ഇത്രയും സുന്ദരക്കുട്ടപ്പനായ ഇവനെ കണ്ടിട്ട് പ്രേതമാണെന്നൊക്കെ തോന്നുന്നുണ്ടോ നിനക്ക്? ശരിക്കും? കാർത്തി വീണ്ടും ചോദിച്ചു. ഗാഥ അവളോട് ക്ഷമ യാചിച്ചുകൊണ്ട് നോക്കുന്ന ആ പയ്യനെ ഒന്നുകൂടി നോക്കി. ശരിയാണ്, അവൻ സുന്ദരനാണ്. ഏതൊരു ടീനേജ് പെൺകുട്ടികൾക്കും കണ്ടാൽ ഇഷ്ടം തോന്നുന്ന ഒരു സുന്ദരൻ. പക്ഷെ പ്രേതങ്ങൾക്ക് വികൃത രൂപം മാത്രമേ പാടുള്ളൂ എന്നുണ്ടോ? സുന്ദരന്മാരായ പ്രേതങ്ങളും യക്ഷികളും ഉണ്ടാവില്ലേ? ഡ്രാക്കുള പോലും സുന്ദരമായ വേഷത്തിൽ വരില്ലേ? ഗാഥ അപ്പോഴും അങ്ങനെയാണ് ആലോചിച്ചത്. സംശയം മറച്ചുവെക്കാതെ അവൾ ചോദിച്ചു. എന്നാലും ഇവൻ എങ്ങനെ ഇവിടെ എത്തി? ഞാൻ വന്നപ്പോ ഇവിടെ ആരുമില്ലായിരുന്നു എന്നെനിക്ക് ഉറപ്പാണ്. ഇനി ആരെങ്കിലും ഇടയ്ക്ക് വന്നാലും ഞാനത് അറിയേണ്ടതല്ലേ? ഞാനൊരു ശബ്ദം പോലും കേട്ടില്ല, ഒരു നിഴൽ അനങ്ങുന്നത് പോലും കണ്ടില്ല. പിന്നെങ്ങനെ ഈ വിഷ്ണു അകത്തു വന്നു? അവളുടെ ചോദ്യം കേട്ട് കാർത്തി ഒരു ദീർഘനിശ്വാസം എടുത്തു. എന്നിട്ട് വിഷ്ണുവിനെ തറപ്പിച്ചു നോക്കി. എന്നിട്ട് പതിയെ അവന് കേൾക്കാൻ പാകത്തിന് പറഞ്ഞു. ഇതൊക്കെ നീ ഒരുത്ത കാരണം അച്ചർക്ക, ഇതൊക്കെ ഞാൻ വച്ചിട്ടുണ്ട്. അത് കേട്ടതും അവൻ പറ്റിപ്പോയെന്ന മട്ടിൽ കാർത്തിയെ വിഷമത്തോടെ നോക്കി. കാർത്തി അത് മൈൻഡാക്കാതെ ഗാഥയെ നോക്കി. എന്നിട്ട് പറഞ്ഞു, അതില്ലേ, ശരിക്കും ഇവനൊരു അപൂർവ ജനുസാണ്. അതായത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ നടക്കാൻ ഇവനറിയാം. ഏതെങ്കിലും ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയാൽ അവൻ അവന്റെ കാര്യം നോക്കി പോവും. ചിലപ്പോ നീ ജോലി ചെയ്യുന്നതിനിടയിൽ അവൻ വന്നു കാണും. നീ അറിയാഞ്ഞിട്ടാ ഇവൻ കാറ്റുപോലെയാ വന്നു പോകുന്നത്. ശരിക്കും ഉറച്ചു നടന്നാലോ സംസാരിച്ചാലോ മാത്രമേ ഇവൻ ഇവിടെ ഉണ്ടെന്ന് പോലും മറ്റുള്ളവർ അറിയൂ. അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കില്ല. കാർത്തിയുടെ നീണ്ട വിശദീകരണം കേട്ട് ഗാഥയ്ക്ക് അല്പം ആശ്വാസമായി. അവൾ ആ പയ്യനെ നോക്കി. എന്നിട്ട് എന്തോ മനസ്സിൽ ഉറപ്പിച്ചതുപോലെ അവന്റെ അടുത്തേക്ക് നടന്നു. പെട്ടെന്ന് തിരിഞ്ഞോടാൻ പാകത്തിന് അവന്റെ മുന്നിൽ നിന്നുകൊണ്ട് അവനെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു. കാര്യമറിയാതെ അവനും ചിരിച്ചു. അതെ, സോറി ട്ടോ. അവൾ മുൻകൂട്ടി അവനോടൊരു സോറി പറഞ്ഞുകൊണ്ട് അവന്റെ കവിളിൽ വിരൽ വെച്ച് പതിയെ ഒന്ന് കുത്തി നോക്കി. അവനെ തൊടുമ്പോൾ മനുഷ്യരെ തൊടുന്നത് പോലെ തന്നെ ഉണ്ടെന്ന് മനസ്സിലായ അവൾ വീണ്ടും തൊട്ടു. അവൾക്കപ്പോൾ കുറച്ച് സമാധാനമായി. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്തുകൊണ്ട്